Moving to the pathophysiology of iron deficiency anemia. അയൺ ഡെഫിഷ്യൻസി അനീമിയൻ്റെ പാത്തോഫിസിയോളജി പറയുന്നതിന് മുന്നേ അയൺ മെറ്റബോളിസത്തെ കുറിച്ച് പറയണം. അയൺ എന്ന് പറയുന്നത് എസെൻഷ്യൽ മിനറലാണ് നമ്മുടെ ബോഡിയിൽ. അതിന് മൾട്ടിപ്പിൾ മെറ്റബോളിക് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഓക്സിജൻ ട്രാൻസ്പോർട്ടാണ്. അതുകൂടാതെ DNA സിന്തസിസിലും അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലും ആര് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? അയൺ. അതുകൊണ്ട് തന്നെ അയൺ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അയൺ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എക്സസീവ് ബോഡി ലോസ് ഓഫ് അയൺ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അയൺ അബ്സോർപ്ഷനേക്കാളും അയൺ അബ്സോർപ്ഷൻ ഉണ്ട്, എന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസീവ് ലോസ് ഓഫ് അയൺ നമ്മൾ എന്ത് ചെയ്യണം? അയൺ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിനിങ്ങിൽ ഇറർ സംഭവിക്കാം. ഏതൊക്കെ കേസസിലാന്ന് വെച്ചാൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അതുപോലെ അയൺ ഓവർലോഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം? ഇക്വിലിബ്രിയത്തിൽ ഇറർ സംഭവിക്കാം. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ ഒരു ഘടകമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡിമിനിഷ്ഡ് അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി അയൺ അല്ലെങ്കിൽ എക്സസീവ് ലോസ് ഓഫ് ബോഡി അയൺ കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഡിമിനിഷ്ഡ് അബ്സോർപ്ഷൻ ഉണ്ടാവാൻ കാരണം മെയിൻലി നമ്മളെടുക്കുന്ന ഡയറ്ററി ഫുഡ് നമ്മളെടുക്കുമ്പോൾ അയൺ കണ്ടൻ്റ് ആയിട്ടുള്ള ഡയറ്ററി ഫുഡ് നമ്മളെടുക്കുമ്പോൾ അതിൽ അയൺ അബ്സോർബിൾ ഫോം അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് അബ്സോർപ്ഷൻ ഓഫ് അയൺ അവിടെ ഉണ്ടാവും. അത് കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുപോലെ എക്സസീവ് ലോസ് ഓഫ് ബോഡി അയൺ അത് മെയിൻലി ഉണ്ടാവാൻ കാരണം ഹെമറേജ് ആണ്. ഹെമറേജ് കാരണം എക്സസീവ് ലോസ് ഓഫ് ബോഡി അയൺ ഉണ്ടാകാം. അപ്പോൾ ഇതുവഴി നമുക്ക് എന്തിലേക്ക് ലീഡ് ചെയ്യും? അത് അയൺ ഡെഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യും. So moving to an important point of iron metabolism, iron uptake in the proximal small bowel occurs by 3 separate pathways. First one is heme pathway and second the separate pathway for ferric and ferrous iron. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ അയൺ അപ്ടേക്ക് നടക്കുന്നത് പ്രോക്സിമൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിന് നടക്കാൻ വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് പാത്വേ ഉണ്ട്. അത് ഒക്യൂർ ചെയ്യുന്നത് 3 സെപ്പറേറ്റ് പാത്വേയിലാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാത്വേ ആണ് ഹീം പാത്വേ. സോ മൂവിങ് ടു ഹീം pathway, before studying heme pathway, first we have to know what is a heme and what is a heme ion and what is a non-heme ion. Heme ion means it is a non-protein ferrous component present in HB containing animal food like meat, liver and spleen. And non-heme ion is present in food such as cereals, vegetables, etc. Okay. അപ്പോൾ ഹീം അയൺ ആണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മൂവിങ് ടു ഹീം പാത്വേ, 1/3 of dietary iron is heme iron and 2/3 of body iron is derived from dietary myoglobin and hemoglobin. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 1/3 of dietary iron എന്ന് പറയുന്നത് ഹീം അയൺ ആണ്. 2/3 ബോഡി അയൺ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഡയറ്ററി മയോഗ്ലോബിനും അതുപോലെ ഹീമോഗ്ലോബിനുമാണ്. The next point of heme pathway is heme iron is not chelated and precipitated by numerous constituents of the diet that renders non-heme iron non-absorbable. Non-heme iron ഉണ്ട്, ഹീം അയൺ ഉണ്ട്. അപ്പോൾ non-heme iron നോൺ അബ്സോർബിൾ ആക്കുന്ന ഡയറ്ററി കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടൊന്നും ഹീം അയൺ ചെലേഷൻ ഫോം ചെയ്യില്ല അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈറ്റേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ടാനേറ്റ്സ് പോലെയുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് ഫോം ചെയ്യില്ല. Next point, heme make available and soluble for absorption by globin degradation product produced by pancreatic enzyme. നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലോബിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഹീമിനെ സൊല്യൂബിൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുന്നതും. ഇപ്പം നമ്മൾ പറഞ്ഞു ഹീം അയൺ ആൻഡ് നോൺ ഹീം അയൺ. ആ 2 അയണും നമ്മുടെ എൻട്രോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുണ്ട്. അതിലേക്ക് ഒരു കോമ്പറ്റീഷനും കൂടാതെ നോൺ കോമ്പറ്റീറ്റീവ്ലി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതാണ് നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഹീം പാത്വേ എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് ഹീം എൻ്റർ ചെയ്യുന്നത്? ഹീം എൻ്റർ ഇൻ ദ എൻട്രോസൈറ്റ് സെൽ ആസ് ആൻ ഇൻഡാക്റ്റ് മെറ്റൽ പോറിഫെറിൻ, ഒരു കേടുകൂടാത്ത മെറ്റൽ പോറിഫെറിനായിട്ട് ബൈ വെസിക്കുലാർ മെക്കാനിസം വഴി ഒരു കേടുകൂടാത്ത മെറ്റൽ പോറിഫെറിനായിട്ടാണ് ഹീം സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻട്രോസൈറ്റിൽ എത്തിയ ഹീം അവിടെ വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ എൻസൈം ഹീം ഓക്സിജനൈസ് വിത്ത് ദ റിലീസ് ഓഫ് എന്താണ്? അയൺ. അപ്പോൾ അയണിനെ നമ്മളവിടെ റിലീസ് ചെയ്തു.
നമ്മൾ പറഞ്ഞു നോൺ ഹീം അയൺ ഉണ്ട്, ഹീം അയൺ ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു എൻഡ്രോസൈറ്റിലേക്ക് നോൺ ഹീം അയണും എൻ്റർ ചെയ്യുന്നത് വിത്തൗട്ട് എനി കോമ്പറ്റീഷനാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നോൺ ഹീം അയൺ ആൻഡ് ഹീം അയൺ കോമ്പറ്റീറ്റീവ്ലി എൻ്റർ ഇൻ ടു ദ പ്ലാസ്മ ടു ബൈൻഡ് വിത്ത് ട്രാൻസ്ഫറിനായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതിരുന്ന ഹീം അയണും നോൺ ഹീം അയണും കോമ്പറ്റീറ്റീവ്ലി പ്ലാസ്മയിലേക്ക് എൻ്റർ ചെയ്യും ടു ബൈൻഡ് വിത്ത് ട്രാൻസ്ഫറിൻ. അപ്പോൾ ഇത്രയാണ് ഹീം പാത്വേനെ കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് ആൻഡ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഹീം പാത്വേ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് പാത്വേ ഫോർ ഫെറിക് ആൻഡ് ഫെറസ് അയോൺ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഫെറിക് അയോൺ സെപ്പറേറ്റ് പാത്വേ ആണ്. അപ്പോൾ ഈ സെപ്പറേറ്റ് പാത്വേ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ത്രൂ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ സ്റ്റഡീസ് ആൻഡ് ട്രാൻസ്ഫാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് ആണ്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ സ്റ്റഡീസിലൂടെയും അതുപോലെ ട്രാൻസ്ഫാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് പ്രൂവ് ദാറ്റ് ഫെറിക് അയോൺ യൂട്ടിലൈസസ് എ ഡിഫറെൻറ്റ് പാത്വേ ടു എൻ്റർ സെൽ ദാൻ ഫെറസ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ സ്റ്റഡീസ്? ഇറ്റ് ഈസ് ഷോൺ ബൈ ദ യൂസ് ഓഫ് ബ്ലോക്കിംഗ് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ഡൈവാലൻറ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ 1 ആൻഡ് β3 ഇൻ്റഗ്രീൻ. DMT1 അതുപോലെ β3 ഇൻ്റഗ്രീൻ പോലെയുള്ള പ്രോട്ടീൻസ് യൂസ് ഓഫ് ബ്ലോക്കിംഗ് ആൻറ്റിബോഡീസ്, അതിനെതിരെ എന്ത് ചെയ്യുക, ആൻറ്റിബോഡീസിനെ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് DMT1 DNA ആണ്. അപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റ്സ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താ വെച്ചാൽ, ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഫെറിക് അയൺ യൂട്ടിലൈസസ് β3 ഇൻ്റഗ്രീൻ ആൻഡ് മൊബിലിഫെറിൻ വൈൽ ഫെറസ് അയൺ യൂസസ് DMT1 ടു എൻ്റർ സെൽ. ഫെറിക് അയൺ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് β3 ഇൻ്റഗ്രീനെയും അതുപോലെ മൊബിലിഫെറിനെയാണ്. എന്നാൽ ഫെറസ് അയൺ യൂസ് ചെയ്തിരിക്കുന്നത് DMT1നെയാണ് എങ്ങോട്ട് പോകാൻ, സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ ഫെറിക് അയണും ഫെറസ് അയണും യൂസ് സെപ്പറേറ്റ് പാത്വേ ടു എൻ്റർ ദ സെല്ലാണ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അയൺ അബ്സോർപ്ഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫെറസ് അയൺ ഉണ്ട്, ഫെറിക് അയൺ ഉണ്ട്, ഹീം അയൺ എക്സെട്ര. അപ്പോൾ ഈ അയൺ അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രോട്ടീൻസ് ഉണ്ട്, അതർ പ്രോട്ടീൻസ് റിലേറ്റഡ് ടു അയൺ അബ്സോർപ്ഷൻ. അവരെന്താണ്? സ്റ്റിമുലേറ്റേഴ്സ് ഓഫ് അയൺ ട്രാൻസ്പോർട്ട്, SFT എന്ന് പറയും. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ, SFTയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് ബോത്ത് ഫെറിക് ആൻഡ് ഫെറസ് അയോൺ ആണ്. ഓക്കെ, വേറൊരു പ്രോട്ടീൻ ഉണ്ട്, ആ പ്രോട്ടീൻ നോൺ ആസ് പ്രോട്ടീൻ്റെ നെയിമാണ് ഹെഫെസ്റ്റിൻ എന്ന് പറയുന്നത്. ആ ഹെഫെസ്റ്റിൻ ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫർ ഓഫ് അയൺ ഫ്രം എൻഡ്രോസൈറ്റ് ഇൻ ടു ദ പ്ലാസ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീം അയൺ എൻഡ്രോസൈറ്റിൽ നിന്ന് പ്ലാസ്മയിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയണിനെ എൻഡ്രോസൈറ്റിൽ നിന്ന് പ്ലാസ്മയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നത് എ പ്രോട്ടീൻ കോൾഡ് ഹെഫെസ്റ്റിൻ ആണ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഹീം പാത്വേ ആൻഡ് ferrous ion pathway. Moving to the next point of this pathways. ഈ പാത്വേൻ്റെ നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അയൺ കോൺസെൻട്രേഷൻ. നമ്മുടെ എൻഡ്രോസൈറ്റിൽ അയൺ ഉണ്ട്, നമ്മുടെ എൻഡ്രോസൈറ്റ് സെല്ലിലേക്ക് അയൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അയൺ കോൺസെൻട്രേഷൻ വിത്തിൻ എൻഡ്രോസൈറ്റ് വാരി വിത്തിൻ ദ ബോഡി റിക്വയർമെൻറ്റ് ഓഫ് അയൺ. നമ്മുടെ ബോഡിയിൽ എത്രയാണോ അയൺ വേണ്ടത് അതിനനുസരിച്ച് എൻഡ്രോസൈറ്റിലുള്ള അയൺ കോൺസെൻട്രേഷൻ വാരി ചെയ്യും. ഇനി ചില ഹ്യൂമൻസിലും ആനിമൽസിലും ദേ ഹാവ് അൺഎബിൾ ടു ഒബ്റ്റെയിൻ എന്നാണ് ഡയറ്ററി അയൺ ആണ്, ഫുഡ് വഴി അയൺ ഒബ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. In such humans there is an absorptive cells, and in such animals they have little stainable iron. അപ്പോൾ അവരിൽ ഹ്യൂമൻസിലാണെങ്കിൽ അബ്സോർപ്റ്റീവ് സെൽസ് ഉണ്ട്, അതുപോലെ ആനിമൽസിൽ സ്റ്റെയിനബിൾ അയൺ ഉണ്ട്. അപ്പോൾ ഇത് ആ സബ്ജക്ട്സിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും വെനെവർ ദർ ഈസ് നീഡഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ എൻഡ്രോസൈറ്റ് സെൽസിലാണ് അയൺ ഉള്ളത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ബൈ അപ്രഗുലേഷൻ ഓഫ് റിസപ്റ്റർ വഴിയാവാം, അല്ലെങ്കിൽ സാച്ചുറേഷൻ ഓഫ് നോൺ ബൈൻഡിങ് പ്രോട്ടീൻ ആവാം, അല്ലെങ്കിൽ ബോത്ത് മെത്തഡ് ബൈ അപ്രഗുലേഷൻ ഓഫ് റിസപ്റ്ററോ അല്ലെങ്കിൽ സാച്ചുറേഷൻ ഓഫ് നോൺ ബൈൻഡിങ് പ്രോട്ടീനോ വഴി നമ്മുടെ എൻഡ്രോസൈറ്റിലുള്ള അയൺ വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 3 പോയിൻ്റാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ എൻഡ്രോസൈറ്റ്സിലുള്ള അയൺ കോൺസെൻട്രേഷൻ വാരി ചെയ്യുക അക്കോർഡിംഗ് ടു അവർ ബോഡി റിക്വയർമെൻറ്റ്സ് ഓഫ് അയൺ. പിന്നെ ചിലരിൽ അയൺ ഡെഫിഷ്യൻ്റ് ആയവരിൽ അബ്സോർപ്റ്റീവ് സെൽസും ആനിമൽസിലാണെങ്കിൽ സ്റ്റെയിനബിൾ അയൺ ഉണ്ടാവും. ഇറ്റ് വിൽ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് വെനെവർ ദർ ഈസ് നീഡ്. പിന്നെ നമ്മുടെ എൻഡ്രോസൈറ്റിലുള്ള അയൺ വർക്ക് ചെയ്യുന്നത് ബൈ
അപ്രഗുലേഷൻ ഓഫ് റിസപ്റ്റർ അല്ലെങ്കിൽ സാച്ചുറേഷൻ ഓഫ് നോൺ ബൈൻഡിങ് പ്രോട്ടീൻ ഓർ ബൈ ബോത്ത് ആണ്. നെക്സ്റ്റ് പോയിൻറ്റ്, an important point, നമ്മുടെ അയൺ നോൺ ഇൻറ്റസ്റ്റൈൻ സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. നോൺ ഇൻറ്റസ്റ്റൈൻ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ അയൺ ഡെലിവർ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നത് ബൗണ്ട് വിത്ത് ട്രാൻസ്ഫറിനാണ്. നമ്മൾ പറഞ്ഞു പ്ലാസ്മയിലേക്ക് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അയൺ ട്രാൻസ്ഫറിനായിട്ട് ബൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ നോൺ ഇൻറ്റസ്റ്റൈൻ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ അയൺ ട്രാൻസ്ഫറിനായിട്ട് ബൗണ്ട് ചെയ്തിട്ടായിരിക്കും ഡെലിവർ ചെയ്യുക. അപ്പം നമുക്ക് ഈ ട്രാൻസ്ഫറിനും അയണും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ട്രാൻസ്ഫറിൻ അയണ് നമ്മുടെ നോൺ ഇൻറ്റസ്റ്റൈൻ സെല്ലിലേക്ക് എൻ്റർ ചെയ്യാനാണ് പറയുന്നത് അടുത്തത്. അത് 2 പാത്വേ വഴിയാണ്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ ട്രാൻസ്ഫറിൻ റിസപ്റ്റർ പാത്വേ, സെക്കൻഡ് വൺ പാത്വേ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ട്രാൻസ്ഫറിൻ റിസപ്റ്റർ. അപ്പോൾ ഫസ്റ്റാണ് നോൺ ആയിട്ടുള്ള പാത്വേ, അത് എന്താ വെച്ചാൽ ക്ലാസിക്കൽ ട്രാൻസ്ഫറിൻ റിസപ്റ്റർ പാത്വേ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫറിൻ അയൺ കോംപ്ലക്സ് ആയിട്ടാണ് ഉള്ളത്. അത് സെല്ലിലേക്ക് ഒരു എൻഡോസോമായിട്ട് അതെന്ത് ചെയ്യും, എൻ്റർ ചെയ്യും, ട്രാൻസ്ഫറിൻ അയൺ കോംപ്ലക്സ്. ഈ എൻഡോസോമിൻ്റെ രൂപത്തിലാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. ഈ എൻഡോസോമിൻ്റെ അസിഡിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫറിനും നമ്മുടെ അയണും സെപ്പറേറ്റ് ചെയ്യപ്പെടും. ട്രാൻസ്ഫറിൻ റിലീസ് ദ അയൺ ഫ്രം ഇറ്റ്സ് കോംപ്ലക്സ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ എൻഡോസോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് സപ്ലൈ അപ്പോ ട്രാൻസ്ഫറിങ് ടു ദ പ്ലാസ്മ ഫോർ റീയൂട്ടിലൈസേഷൻ നമ്മുടെ ഒരു സൈക്കിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ റീയൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് അപ്പോ ട്രാൻസ്ഫറിന് ഈ എൻഡോസോം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പാത്വേൻ്റെ കീഴിൽ വരുന്നത്. അതിൽ നമ്മുടെ സെക്കൻഡ് പറഞ്ഞ പാത്വേ ഇറ്റ് ഈസ് നോട്ട് സച്ച് നോൺ ആയിട്ട് വരുന്നില്ല. നമ്മൾ നേരത്തെ കുറേ പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇതിൽ ഫെറിക് ആൻഡ് ഫെറസ് അയോൺ യൂട്ടിലൈസ് ചെയ്യുന്ന സെപ്പറേറ്റ് പാത്വേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ പെട്ടതാണ് മൊബിലിഫെറിനും ഇൻറ്റഗ്രീൻ ആൻഡ് DMT1 ഒക്കെ. അപ്പോൾ അത് നമ്മുടെ നോൺ ഇൻറ്റസ്റ്റൈൻ സെല്ലിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫങ്ഷൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് അയൺ അല്ലാണ്ട് അവർക്ക് എന്തുണ്ട്, ഇൻട്രാ സെല്ലുലാർ ഫങ്ഷൻസും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ടു നോട്ട് ഇൻ ദിസ് അയൺ മെറ്റബോളിസം. സോ ഇറ്റ് ഈസ് അബൌട്ട് ദ അയൺ മെറ്റബോളിസം. പാത്തോഫിസിയോളജി ആണ് നമ്മൾ പറയുന്നത്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ആൻ അയൺ മെറ്റബോളിസം. എങ്ങനെയാണ് ഒരു സൈക്കിൾ രൂപത്തിലാണ് നമ്മുടെ ബോഡിയിൽ അയൺ മെറ്റബോളിസം നടക്കുന്നത്. അയണിന് വൈറ്റൽ റോളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. മൾട്ടിപ്പിൾ മെറ്റബോളിക് പ്രോസസ്സ് അയൺ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് പാത്വേ ഉണ്ട്. അതാണ് ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ.